എന്താണ് ഈ ജോണ്ടിസ് വരാനുള്ള കാരണങ്ങൾ? ഒന്നാമത്തെ, ഈ വേനൽക്കാലത്ത് കൂടുതൽ കണ്ടുവരുന്നത് വൈറൽ അണുബാധ കാരണമുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ്. പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ, ഇ. പ്രധാനമായി ഇത് കൂടുതൽ ചെറുപ്പക്കാരിൽ പുറത്തുനിന്ന് കഴിക്കുന്ന വൃത്തിയില്ലാത്ത ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ കഴിച്ചായിരിക്കും വരുന്നത്. രണ്ടാമത്തെ കാരണം ആൽക്കഹോൾ അല്ലെങ്കിൽ അമിതമായി മദ്യപാനം യൂസ് ചെയ്യുന്നവർക്ക് ലിവർ സിറോസിസ് അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഡിസീസ്, കരളിൻ്റെ അസുഖം കാരണം സെക്കൻഡറി ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ അണുബാധയും കാണും. വേറെ ഒരു തരം ജോണ്ടിസ് ആണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 തരം ജോണ്ടിസ്, അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണമുള്ള ജോണ്ടിസും പിന്നെ ലിവർ സിറോസിസും കാരണമുള്ള ക്രോണിക് ലിവർ ഡിസീസ്, രണ്ടും മെഡിക്കലി ട്രീറ്റബിൾ ആണ്. അതായത് മരുന്ന് കൊണ്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മൂന്നാമത്തെ തരം ജോണ്ടിസ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് അല്ലെങ്കിൽ സർജിക്കൽ ജോണ്ടിസ്, പൊതുവെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമുള്ളതാണ്. ഈ പേര് പോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എവിടെയോ തടസ്സമുണ്ടാക്കുന്ന ഒരു ജോണ്ടിസാണ്. അതായത് നമ്മുടെ ബൈൽ ഡക്റ്റിൻ്റെ ബൈൽ പോകുന്ന പാതയിൽ എവിടെയെങ്കിലും തടസ്സം വന്നിട്ടാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് വരുന്നത്.